നമസ്കാരം. പൂങ്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ റാഗിങ്ങിനിരയായ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിലായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം. 3 ദിവസം നീണ്ട കൊടിയ പീഡനമാണ് സഹപാഠികളായവരിൽ നിന്നും സിദ്ധാർത്ഥൻ നേരിട്ടത്. മരണവെപ്രാളത്തിൽ ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് പോലും നൽകാത്ത സഹപാഠികളുടെ കണ്ണില്ലാത്ത ക്രൂരതയിൽ പകച്ച് അവൻ യാത്രയാവുകയായിരുന്നു. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും നീതി അകലെയാണെന്നാണ് മാതാവ് ഷീബയും പിതാവ് ജയപ്രകാശിനും പറയാനുള്ളത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ 11 പേരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. വലിയ വാർത്താ പ്രാധാന്യം നേടുകയും സംഭവത്തിന്റെ ക്രൂര വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തെങ്കിലും ആ വിദ്യാർത്ഥികളെല്ലാം ഇന്ന് വിജയികളെ പോലെ വീണ്ടും ക്യാമ്പസിലെത്തി. തന്റെ മകന് ഇനിയും നീതി അകലെ എന്നാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളായ ജയപ്രകാശും ഷീബയും പറയുന്നത്. 2024 ഫെബ്രുവരി 18-നാണ് ഒരു കുടുംബത്തിലെ പ്രതീക്ഷകൾ തകിടമറിച്ച് സിദ്ധാർത്ഥന്റെ മരണവാർത്ത എത്തുന്നത്. തൂങ്ങി മരണം എന്ന വിധി എഴുതിയ കേസ് പിന്നെ വഴിമാറിയത് റാഗിംഗ് ഭീകരതയിലേക്കാണ്. കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ക്രൂര മർദ്ദനങ്ങൾക്ക് ഒടുവിൽ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യ എന്ന് വരുത്താൻ പോലീസ് ധൃതിപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു. മരിച്ച സിദ്ധാർത്ഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിൽ എത്തിച്ചു. കോളേജിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച് ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തു വന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയാണെന്ന വിവരം വീട്ടുകാർ അറിയാനിടയാക്കിയത്. 16-ാം തീയതി മുതൽ SFI പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്ന് പാറപ്പുറത്തും മുറിയിലും വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിചാരണ ചെയ്തു. ബെൽറ്റും മൊബൈൽ ഫോൺ ചാർജറുകളും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മകന്റെ മരണത്തിന് കാരണം പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയായിരുന്നുവെന്നറിഞ്ഞ ആ മാതാപിതാക്കൾ വീണ്ടും തകർന്നു. മകന്റെ മൃതദേഹത്തോടൊപ്പം വീട്ടിലെത്തിയ ആ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ച വലതു കൈകൊണ്ട് ഇക്കാലം അത്രയും ആഹാരം പോലും വാരി കഴിച്ചിട്ടില്ലെന്ന് ചങ്ക് പൊട്ടിയ വേദനയോടെ ഈ അമ്മ പറയുന്നു. SFI പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതായിരുന്നു സർക്കാർ നിലപാടുകൾ. ഒടുവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടികൾ ഉണ്ടായത്. എങ്കിലും സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ ക്രൂരന്മാരെല്ലാവരും കോളേജിൽ തിരികെ പ്രവേശിച്ചു. പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛനും അമ്മയും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. ഗവർണറും മന്ത്രിമാരും ഉൾപ്പെടെ കുറക്കോട്ടെ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാത്തവരുടെ എണ്ണം തീരെ കുറവായിരുന്നു. എന്നിട്ട് നീതി ലഭിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ മാത്രമല്ല മനസാക്ഷിയുള്ള കേരള ജനതയുടെ മുഴുവൻ സങ്കടം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.